ഞാന് പിന്നെ OCD അറിയണ മനോരോഗിയാണ്. 20 വർഷമായി ഗുളിക മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ചിലപ്പോ നിസ്കരിക്കാൻ തോന്നും, ചിലപ്പോ നിസ്കരിക്കാൻ തോന്നൂല. അങ്ങനെയാണെങ്കിൽ കുറ്റം കിട്ടുമോ അതോ എന്താണ് മറുപടി? ഒരു ചെറിയ ഒരു മാനസിക രോഗമുള്ള സഹോദരിയാണ്. 10-20 വർഷമായി ഈ രോഗം തുടങ്ങിയിട്ട് ചില സമയത്ത് അവർക്ക് നമസ്കരിക്കാൻ തോന്നും, മറ്റു ചില സമയത്ത് അവർക്ക് നമസ്കരിക്കാൻ തോന്നില്ല. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമസ്കരിക്കാൻ തോന്നാത്ത സമയങ്ങളിൽ അതിന് കുറ്റം കിട്ടുമോ എന്നാണ്. ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സഹോദരിക്ക് എത്രയും പെട്ടെന്ന് ഷിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രോഗം മാറ്റിയ അള്ളാഹുവിന് നിങ്ങളെ രോഗം മാറ്റിത്തരാൻ യാതൊരുവിധ പ്രയാസവുമില്ല. ഗുളിക കുടിക്കുക, മരുന്ന് ഉപയോഗിക്കുക, ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹു നിങ്ങളുടെ രോഗം മാറ്റിത്തരും ഇൻഷാ അല്ലാഹ്. രണ്ടാമത്, നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് അങ്ങനെ വലിയ ഒരു മാനസിക നിലതെറ്റിയ അവസ്ഥയിൽ അല്ല എന്നാണ്. കാരണം നിങ്ങൾക്ക് തന്നെ ബോധമുണ്ട്, ഞാൻ ചില സമയങ്ങൾ നമസ്കരിക്കാറുണ്ട്, ചില സമയങ്ങളിൽ അത് നമസ്കരിക്കാൻ തോന്നാറില്ല എന്ന്. ഒരാൾക്ക് മാനസിക പ്രശ്നം 2 രൂപത്തിലുണ്ടാവും. ഒന്ന്, മുഴു സമയം ഭ്രാന്ത് പോലുള്ള മാനസികാവസ്ഥ, മജ്നൂൻ എന്ന് ആണ് പറയും. അങ്ങനെയുള്ള ആളുകൾക്ക് ഇസ്ലാമിക വിധിവിലക്കുകൾ അവർക്ക് ഇല്ല. നമസ്കരിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല, കാരണം അവർക്ക് ബുദ്ധിയില്ല. മറ്റു ചില ആളുകൾക്ക് ചില സമയത്ത് ഭ്രാന്തായിരിക്കും, മറ്റു ചില സമയത്ത് അവർക്ക് അങ്ങനെയില്ല, ഓർമ്മയുണ്ടാകും, സാധാ രൂപത്തിലായിരിക്കും. അത്തരം അവസ്ഥയുള്ളവരാണ് എങ്കിൽ ഭ്രാന്തുള്ള സമയത്ത് അവർക്ക് ആരാധനകളും മറ്റും നിർബന്ധമില്ല, അല്ലാത്ത സമയത്ത് അവർക്ക് ആരാധനകൾ നിർബന്ധമാണ്. നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടുമല്ല, മറിച്ച് ചില സമയത്ത് ആ നിസ്കരിച്ചിട്ട് എന്താ ഒരു കാര്യം, അല്ലെങ്കിൽ ആ വേണം എന്ന തോന്നൽ ഇല്ലായ്മയും ഒരു നീരസവും താല്പര്യമില്ലായ്മയുമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അത് തീർച്ചയായും നമ്മൾ ഒഴിവാക്കേണ്ട ഒന്നാണ്. ശ്രദ്ധിച്ചാൽ ആ ഒരു മാനസിക അവസ്ഥ, സംസ്കാരത്തിനോടുള്ള വിമുഖത, അത് ഒഴിവാക്കാൻ സാധിക്കും. ഒരു പക്ഷേ ഒരു വസ്വാസായിരിക്കാം, ഒരു പക്ഷേ ഒരു ശൈത്താനിയത്തായിരിക്കാം. അപ്പോൾ ചെയ്യേണ്ടത് രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ കൃത്യമായി ചൊല്ലുക, ഖുർആൻ കൃത്യമായി ഓതുക, സൂറത്ത് അൽ ബഖറ കൂടുതലായി വീട്ടിൽ വെച്ച് സ്വന്തം ശരീരത്തിന് കേൾക്കുന്ന രൂപത്തിൽ ഓതുക. രാവിലെയും രാത്രി കിടക്കാൻ ഉള്ള സമയത്തുള്ള ദിക്റുകളൊക്കെ ആയത്തുൽ കുർസി, മുഅവ്വിദത്തൈൻ, ഇഖ്ലാസ് അതൊക്കെ ഓതുക. ഇതൊക്കെ ആണ് അവര് ചെയ്യേണ്ടത്. ഏതായിരുന്നാലും നമുക്ക് ഓർമ്മയുണ്ട്, നമസ്കരിക്കണം എന്ന ബോധവുമുണ്ട്, എന്നിട്ടും നമസ്കരിക്കാതിരുന്നാല് അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഒരു ഭ്രാന്തമായ വലിയ ഒരു അവസ്ഥയൊന്നും ഇല്ല എന്നാണ് നിങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. അതെ, വൈലന്റ് ആകുക എന്നുള്ളതല്ല. അതായത് വൈലന്റ് ആകുക, ഒരു പക്ഷെ ഇപ്പോ കുട്ടികൾക്ക് ദേഷ്യം വരുമ്പോ വൈലന്റ് ആകാറുണ്ട്, പല സാധനങ്ങൾ അടിച്ച് ഉടക്കാറുണ്ട്. അങ്ങനെ വൈലന്റായ ഒരു മൂർധന്യതയിലെത്തി നമ്മുടെ സ്വഭാവം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് എങ്കിൽ ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയമങ്ങൾ ബാധകമല്ല. പക്ഷെ നിങ്ങൾക്ക് തന്നെ ആ സമയത്തും ഒരുപക്ഷെ തോന്നാറുണ്ട് നിസ്കരിക്കേണ്ടതാണ്, പക്ഷെ ഞാൻ നിസ്കരിക്കൂല എന്നൊക്കെയാണ് തോന്നലെങ്കിൽ ആ തോന്നൽ ഏതായാലും മാറ്റേണ്ടതാണ് ഇൻഷാ അല്ലാഹ്.